മണ്ഡലകാലം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. വലിയ നീണ്ട നിരയാണ് ശബരിമലയിൽ നിന്ന് അനുഭവപ്പെടുന്നത്. നിലവിൽ നിലയ്ക്കൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്ക് വീണ്ടും നട തുറന്നാൽ മാത്രമേ ഇനി ദർശനം ആരംഭിക്കുകയുള്ളൂ. ഇതിനു മുന്നോടിയായി തന്നെ ഈ പറഞ്ഞതുപോലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അവിടെ ക്യൂ സെന്ററുകളടക്കം ഉണ്ടാക്കിയെങ്കിലും ഭക്തർ അങ്ങോട്ട് മാറുന്നില്ല എന്നടക്കമാണ് പോലീസുകാർ പറയുന്നത്. അവർക്കാവും വിധം തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വെർച്വൽ ക്യൂയും സ്പോട്ട് ബുക്കിംഗും ഒക്കെ മറികടന്ന് 1 ലക്ഷത്തിനടുത്ത് ഭക്തർ പെട്ടെന്ന് എത്തിയതാണ് ഇത്തരത്തിൽ വലിയ തിരക്കുണ്ടാവാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡ് അടക്കം പറയുന്നത്. അതിനപ്പുറത്തേക്ക് മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തേണ്ട മുൻകരുതലുകളിലേക്ക് ചില സജ്ജീകരണങ്ങളിലടക്കം അപാകതകൾ ഉണ്ടായിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നുണ്ട്. MG പ്രതീഷ് നമ്മോടൊപ്പം ചെയ്യുന്നു. പ്രതീഷ്, നിലവിൽ 3 മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ. നിലവിൽ വലിയ ഭക്തജന തിരക്ക് അവിടെയുണ്ട്. നിലവിൽ ഈ തിരക്ക് എല്ലാവർക്കും സുഗമമായി ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ എന്ത് ക്രമീകരണമാണ് നടത്താൻ പോകുന്നത്? നിലവിൽ ക്യൂ സെന്ററുകളടക്കമുണ്ട്. അങ്ങോട്ടൊക്കെ മാറാൻ ഭക്തജനങ്ങളോട് പോലീസുകാർ ആവശ്യപ്പെടുന്നുണ്ടോ? അതിനുമപ്പുറത്തേക്ക് ഏറ്റവും ബേസിക് അവർക്ക് നിലവിൽ വേണ്ടത് വെള്ളവും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതൊരുക്കാൻ ദേവസ്വം ബോർഡിനായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? സുഹൈൽ, പ്രധാനമായും ശബരിമല സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെയുള്ള തീർത്ഥാടകരെ നിയന്ത്രിച്ച് അവരെ ഈ 18-ാം പടി കയറ്റി ദർശനം നടത്തി ഇവിടെ നിന്ന് വിടുക എന്നതാണ് പ്രധാനമായും ആദ്യം ഇപ്പോൾ പോലീസ് ചെയ്യുന്ന കാര്യം. ഇനി 3 മണിക്ക് മാത്രമാണ് ശബരിമല നട തുറക്കുക. ഈ നട തുറന്നാൽ ഉടൻ തന്നെ ഇവിടെയുള്ള തിരക്ക് പരമാവധി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഈ വലിയ നടപ്പന്തലിൽ അടക്കം ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകരാണ് ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഈ പറ്റുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ വെള്ളം നൽകുന്നുണ്ട് തീർത്ഥാടകർക്ക്. പക്ഷേ ഈ വലിയ തിരക്കിൽ അകപ്പെട്ടു പോയ ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് ഈ മഴയും പെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകരെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരക്ക് പരമാവധി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിൽ നിന്നായി തീർത്ഥാടകർ ഈ വഴിയൊക്കെ തന്നെ തെറ്റിച്ച് ഈ വേലി ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ചാടിക്കടന്നാണ് തീർത്ഥാടകർ ഇപ്പോൾ 18-ാം പടിക്ക് അടുത്തേക്കൊക്കെ തന്നെ എത്തുന്നത്. അത്തരത്തിൽ ഒരു തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ശബരിമലയിലെ തിരക്ക് ഈ വരും മണിക്കൂറുകളിലൊന്നും തന്നെ ഈ തിരക്കിന് പരിഹാരം ഉണ്ടാകാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. കാരണം ഇത്രത്തോളം തീർത്ഥാടകർ ഈ സന്നിധാനത്ത് നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ താഴെ മരക്കൂട്ടത്തും മറ്റിടങ്ങളിലുമൊക്കെ തന്നെ കാത്തു നിൽക്കുന്ന തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ തീർത്ഥാടകരെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് ദർശനം നടത്തി മാറ്റുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഇനി നട തുറക്കുന്നതോടുകൂടി തന്നെ പരമാവധി തീർത്ഥാടകരെ ഈ ദർശനം നടത്തി മടക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രതീക്ഷിച്ചതിനും അപ്പുറം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തി. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടലുകൾ ഉൾപ്പെടെ തെറ്റിച്ചു. പക്ഷേ ഈ പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തീർത്ഥാടകർക്ക് ലഭ്യമായില്ല. അതാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർത്ഥാടകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോഴും ഈ വെള്ളവും മറ്റ് ഭക്ഷണമോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യമോ ഒന്നും തന്നെ തീർത്ഥാടകർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് തീർത്ഥാടകർ അത്രത്തോളം പരമായ രീതിയിൽ തീർത്ഥാടകരും ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. പലയിടങ്ങളിലും പോലീസുമായി നിരന്തരം തീർത്ഥാടകർ വാക്കേറ്റത്തിൽ ആകുന്ന കാഴ്ചകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും തന്നെ ഇത്രത്തോളം തിരക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ തവണ 29,000 തീർത്ഥാടകർ മാത്രമായിരുന്നു നട തുറന്ന് ആദ്യ ദിവസം ശബരിമലയിൽ എത്തിയത്. പിറ്റേ ദിവസം വൃശ്ചികം 1-ന് നട തുറക്കുമ്പോൾ 70,000-ൽ താഴെ തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിയിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ ശബരിമല നട തുറന്ന് 16-ാം തീയതി 55,000 തീർത്ഥാടകർ എത്തുന്നു. അതിന് പിറ്റേ ദിവസമായ വൃശ്ചിക മാസം 1-ാം തീയതി 1,07,000 തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നു. ഇതൊക്കെയാണ് കണക്കൂട്ടലുകൾ ആകെ തെറ്റിച്ചിട്ടുള്ളത്. എന്തായാലും ഈ തീർത്ഥാടകരെ വളരെ പെട്ടെന്ന് നിയന്ത്രിച്ച ഈ സാധാരണ നിലയിൽ സന്നിധാനത്തെ ആക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.